നമ്മുടെ മതത്തിൽ 33 കോടി ദൈവങ്ങളുണ്ട്. ശരിക്കും നമുക്ക് എന്തിനാണ് ഇത്രയും ദൈവങ്ങൾ? സത്യത്തിൽ നമുക്ക് മതം എന്നൊന്നില്ല. ഈ നാട് അന്വേഷകരുടേതാണ്. ഇവിടെ ഒരുപാട് ആത്മീയ പ്രക്രിയകളുണ്ട്. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അന്വേഷിക്കാം. നമുക്കൊരു പ്രത്യേക ദൈവമില്ല. ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, നിങ്ങളുടെ ശിവനാണെങ്കിലും രാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും, അവർ ഈ മണ്ണിലൂടെ നടന്നവരാണ് ഒരു കാലത്ത്. അവരിവിടെ ജീവിച്ചു. അവർക്ക് കുടുംബമുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവർ യുദ്ധം ചെയ്തിരുന്നു. അല്ലേ? നിങ്ങളെക്കാൾ കൂടുതൽ നാടകങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആണോ അല്ലയോ? എന്നാൽ അവർ ജീവിച്ച രീതി നോക്കുമ്പോൾ, ജീവിതത്തെ കൈകാര്യം ചെയ്തെന്ന് നോക്കുമ്പോൾ, അവർ സമ്പൂർണരായ മനുഷ്യരാണെന്ന് കാണാം. അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവർ വളരെ സന്തുലിതമായി ജീവിച്ചു. അവർ ആ നാടകങ്ങൾക്ക് മീതെയായിരുന്നു. ആ നാടകങ്ങൾക്കെല്ലാം മീതെയായതുകൊണ്ട് നമ്മൾ അവരെ സംവിധായകർ ക്ഷമിക്കണം അതുകൊണ്ട് നമ്മൾ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. മറ്റുള്ളവരെല്ലാം നാടകത്തിലായിരുന്നു, നാടകത്തിൽ പെട്ടുപോയിരുന്നു. നമ്മളെല്ലാം അഭിനേതാക്കളാണ്.